ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം. സ്നേഹക്കൂട് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ പല്ലവിയുടെ ജീവിതം ആകെ മൊത്തം കോഞ്ഞാട്ടയായിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സേതുവിന്റെ അച്ഛൻ ആ ഒരു കടയിൽ ഇരുന്നിട്ട് അയാൾ ഇങ്ങനെ ആലോചിച്ചു, തൻ്റെ രണ്ടു മക്കളും തമ്മിൽ വഴക്കും ബഹളവും ഒക്കെയാണ്, എന്നെങ്കിലും അവർ സ്നേഹത്തോടു കൂടി ജീവിക്കുമോ? അങ്ങനെ പുള്ളിക്കാരൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ അളിയൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അയാൾ വന്നിട്ട് പറഞ്ഞു, അളിയൻ വിഷമിക്കുമൊന്നും വേണ്ട, ദേ ഞാന് സേതുവിനെയും അതുപോലെ തന്നെ രുദ്രയെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചോളാം. അളിയൻ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പിന്നെ ഇന്ന് വീട്ടില് ഐശ്വര്യ പൂജ നടക്കുകയല്ലേ, ഈ ചേച്ചി വിളിച്ചായിരുന്നു, ഏട്ടൻ അങ്ങോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ അളിയൻ അവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. അപ്പം എങ്ങനെയെങ്കിലും അളിയന്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനാണ് ഈ പുന്നാര അളിയന്റെ ഒരു ചിന്ത. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയെയാണ്. അപ്പൊ പല്ലവി ആണെങ്കിൽ മൊത്തത്തിൽ സങ്കടത്തിലാണ്. പല്ലവിയെ സേതു ആണെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലും കൊണ്ടുപോയി ആക്കി. അങ്ങനെ അവിടെ ഇരുന്ന് കൂട്ടുകാരിയോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക. വലിയ ട്രാജഡിയായി പോയല്ലോടി നിന്റെ ജീവിതം, ഇനി നീ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് തരണം ചെയ്ത് പോവുക? അച്ഛനും അമ്മയും ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിനക്ക് ഇത്ര കണ്ട് ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ഇന്ദ്രനെയും അമ്മയെയും കാണിക്കുക. അപ്പം രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങൾ പല്ലവി ചെയ്തു കൂട്ടിയതും പല്ലവി നമ്മുടെ ഇന്ദ്രൻ്റെ തലയടിച്ച് പൊട്ടിച്ചല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചു. രാജേശ്വരി ആണെങ്കിലോ പുള്ളിക്കാരി പറഞ്ഞു, അതെ മോനെ ഇന്ദ്ര, അവള് ഇവിടെ എൻ്റെ ഈ കാൽച്ചുവട്ടിൽ വരണം, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ എളുപ്പം ചെയ്യണം. അമ്മേ, അവളെ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും, അതിന് എന്ത് തന്ത്രം മെനയേണ്ടി വന്നാലും ഈ ഇന്ദ്രൻ മെനഞ്ഞിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് വാക്കും കൊടുത്ത് നമ്മുടെ ഇന്ദ്രൻ പല്ലവിയെ തിരക്കി പല്ലവിയുടെ വീട്ടിൽ വരികയാണ്. അങ്ങനെ പല്ലവിയുടെ വീട്ടിലെത്തുന്ന സമയത്താണെങ്കിലും നമ്മുടെ മുകുന്ദൻ മാഷാണ് വാതിൽ തുറക്കുന്നത്. ഇന്ദ്രനെ കണ്ടതും ഇന്ദ്രനായിരുന്നോ, എന്താ ഇന്ദ്ര കാര്യമെന്ന് ചോദിക്കുക. അല്ല, എൻ്റെ ഭാര്യ ആദ്യ രാത്രി ഇങ്ങോട്ട് പിണങ്ങിയിറങ്ങി വന്നതാണ്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ, അച്ഛനും അമ്മയും ഒക്കെ അവളെ എന്നോടൊപ്പം വിടണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പല്ലവി ഇവിടെ ഇല്ലെന്നും പല്ലവി എവിടെയോ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യമൊക്കെ ഇന്ദ്രൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല്ലവിയെ തൻ്റെ കൈവശം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച സമയത്താണെങ്കിലോ ഇന്ദ്രൻ കളം മാറ്റി ചവിട്ടുക. അപ്പം മുകുന്ദ മാഷിനോടും ശോഭാമ്മയുടെ അടുത്തും ഒക്കെ ദേഷ്യപ്പെട്ടു. അതെ, നിങ്ങൾ എവിടെ കൊണ്ടുപോയി നിങ്ങളുടെ മോളെ ഒളിപ്പിച്ച് വെച്ചാലും ഈ ഇന്ദ്രൻ പൊക്കിയിരിക്കും, ഇന്ദ്രൻ്റെ ഭാര്യയാണ് അവള്, ആ കാര്യം നിങ്ങൾ മറന്നു പോകരുതെന്നൊക്കെ ഇവൻ പറയുകയാണ്. അങ്ങനെ ഇന്ദ്രൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. അതിനുശേഷം പല്ലവി എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഐശ്വര്യ പൂജയിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്ന സേതുവിൻ്റെ അച്ഛനെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ചെന്നു. അവർ ആ ഒരു പൂജ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പൂർണിമയുടെ കഴുത്തിൽ കിടന്ന ആ ഒരു കെട്ടുതാലി അത് പൊട്ടിയിട്ട് അവിടെ താഴെ വീഴുകയാണ്. സർവേശ്വര്യ പൂജയാണ് നടക്കുന്നത്, മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്ന പരിപാടി. അപ്പം അതിൽ ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പൂർണിമയ്ക്ക് ശരിക്കും പേടിയായി. ഇതെന്താ സംഭവിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ താലിയാണല്ലോ കെട്ടി താഴങ്ങ് വീണത്. അപ്പം എനിക്കിനി എന്തെങ്കിലും എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള രീതിയിലൊക്കെ പൂർണിമ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്കിനും തിരുമേനി പറഞ്ഞു, ഇതൊക്കെ ഒരു മോശം ശകുനമാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം എന്തായാലും ഇപ്പോൾ പൂജകളൊക്കെ കഴിയാറായി, നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് പൂർണിമ ആ ഒരു ചടങ്ങിന് നേതൃത്വം കൊടുക്കുകയാണ്. പിന്നീടാണെങ്കിൽ പൂർണിമയെ ചെന്ന് അവളുടെ ആങ്ങളെ കാണുക. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, സേതുവിന് നല്ല വൈരാഗ്യമുണ്ട് ഏട്ടനോട്, ഇനി അളിയനെ എങ്ങാനും സേതു കൈകാര്യം ചെയ്യുമോ, അളിയൻ്റെ ജീവൻ എങ്ങാനും സേതു എടുക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് നീ പറയുന്നത്, അങ്ങനെ വല്ലതുമൊക്കെ സംഭവിക്കുമോ, എനിക്ക് നല്ല ടെൻഷനുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അളിയൻ കിടന്ന് തരികിട കാണിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലെ മെയിൻ വില്ലന്മാരിൽ ഒരുത്തനാണ് ഈ നിൽക്കുന്ന അളിയൻ. ആ പെങ്ങൾ പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ
അങ്ങനെ പിന്നീടാണെങ്കിലും നമ്മുടെ പൂർണിമ നേരെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നു. അപ്പം എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പം ഉണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, മോനും അതുപോലെ നിങ്ങളും തമ്മിലുള്ള പ്രശ്നം, അവൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞു. നീ എന്താ പൂർണിമ ഈ പറയുന്നത്? അവൻ എൻ്റെ മോനല്ലേ, അവൻ എൻ്റെ രക്തമല്ലേ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ല, നിങ്ങൾ തങ്ങളിൽ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ആ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ദേ ഞാൻ ഇപ്പോഴും അവനെ എൻ്റെ മോനെ പോലെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പൂർണിമ. അങ്ങനെ പൂർണിമയ്ക്ക് തൻ്റെ മകനോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോഴത്തേക്കിനും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഇന്ദ്രനെയാണ്. ഇന്ദ്രൻ നമ്മുടെ പല്ലവി എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ട് പല്ലവിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞു, എടി ഇനി അയാൾ നിന്നെ അന്വേഷിച്ച് ഇവിടെ എങ്ങാനും വരുമോ? വരട്ടെ, വന്നു കഴിഞ്ഞാൽ അവൻ രണ്ടു കാലയിൽ പോവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്താണെങ്കിൽ ഇന്ദ്രൻ കറക്റ്റായിട്ട് കൂട്ടുകാരുടെ വീട്ടിലെത്തി. അവിടെ എത്തിയതും കോളിംഗ് ബെല്ലടിച്ചു. കൂട്ടുകാർ വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഇന്ദ്രനെയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ നല്ല രീതിയിൽ തന്നെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. കാണാത്ത കൂട്ടുകാർ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക.